നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുധിയെ കമ്പനിയിൽ നിന്നും പുറത്താക്കും. പകരം ആ സ്ഥാനത്ത് അവരെന്നെ നിയമിക്കും. അപ്പൊ കിട്ടിയ അവസരം നീ നന്നായി ഉപയോഗിച്ചു അല്ലേ? അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ആവർത്തിച്ചു വരുന്ന ഒന്നല്ല ശേഖരെ. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ സുധിയുടെ സ്ഥാനത്ത് വരും. അവസരങ്ങൾ നമ്മുടെ നേരെ പറന്നു വന്ന് നമ്മുടെ പോക്കറ്റ് കയറി ഇരിക്കൊന്നുമില്ല. അത് നമ്മുടെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകും. ആ സമയം നോക്കി അതിനെ ചാടിപ്പിടിക്കണം, നമ്മുടേതാക്കി മാറ്റണം. അങ്ങനെ ചെയ്യുന്നവനെ ജീവിതത്തിൽ ജയിക്കാൻ കഴിയും. എടാ, സുധി ഒരു പാവ. എല്ലാവരോടും അവന് സ്നേഹവും ആത്മാർത്ഥതയും മാത്രമേ ഉള്ളൂ. അവൻ വീണുപോയതുകൊണ്ട് അവന്റെ ജോലി നിനക്ക് കിട്ടി. അത് നിന്റെ ഭാഗ്യം. അതില് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവന്റെ ഭാര്യയുടെ മേൽ നിന്റെ ദുഷ്ട കണ്ണുണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ ഇന്ന് സുധിക്ക് സംഭവിച്ചത് നാളെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും. അതാ വിധിയുടെ ഒരു കളി. ഇക്കാര്യത്തില് നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ഇന്നോളം ഞാൻ ആഗ്രഹിച്ചൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോ നിത്യോ? അവൾ ഈ കാര്യം അറിഞ്ഞാലുള്ള സ്ഥിതി നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? ജീവിതം ആസ്വദിക്കുന്നത് ഒരു ഞാണുമേ കളിയാ. അത് നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. നിത്യയുടെ കാര്യത്തില് എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പൊ എന്റെ മനസ്സിൽ അവളേ ഉള്ളൂ, ദേവിക. ആര്? ഞങ്ങള് ബാങ്കിൽ നിന്നാ. വരൂ സർ, അകത്തിരിക്കും. ഇരിക്കൂ സർ. മനോഹരനില്ലേ? ഇല്ല, ഹോസ്പിറ്റലില്ല. സുധിക്കിപ്പോ എങ്ങനെയുണ്ട്? ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഇനിയൊരു സർജറിയും കൂടി ഉണ്ട്. എന്താ സർ വന്നത്? സുധിക്ക് വീട് വാങ്ങാനുള്ള ലോൺ കൊടുത്തത് ഞങ്ങളുടെ ബാങ്കാണല്ലോ. അതിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ലോണിന്റെ ആദ്യത്തെ ഗഡു അടച്ചു തുടങ്ങാൻ സമയമാവുന്നതേ ഉള്ളൂ. ഇനി ഒരാഴ്ച കൂടി ബാക്കിയുണ്ട്. പക്ഷെ സുധിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയ സ്ഥിതിക്ക് ഇനി ആ ലോൺ അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂ? ഇതുപോലൊരു അവസരത്തിൽ പറയുന്നത് ശരിയല്ലെന്നറിയാം. പക്ഷെ ബാങ്കിന്റെ കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യും സർ? അതറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നത്. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നാലും ഇനിയിപ്പോ ഉടനെ അങ്ങ് സുധിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, സുധിയുടെ ജോലി നഷ്ടപ്പെട്ടതായി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സർ, അതൊക്കെ ആരോ വെറുതെ പറയുന്നത്. അത് മാത്രല്ല, ലോണിന്റെ ആദ്യത്തെ ഗഡു അടയ്ക്കാനുള്ള സമയമാവുന്നതല്ലേ ഉള്ളൂ. അതെ, അത് സത്യമാണ്. പക്ഷേ ബാങ്കിന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാം ചോദിച്ചറിയാൻ ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. സാറിന് എന്താ അറിയേണ്ടത്? സുധിക്ക് ഈ പണം അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നിങ്ങൾ ഈ ലോൺ അടയ്ക്കാൻ പോകുന്നത്? ഞാനൊരു വഴി പറയാം. തവണകൾ അടയ്ക്കാതെ കുടിശ്ശികയായാൽ പലിശയും കൂട്ടുപലിശയായി ലോൺ കിടന്ന് പെരുകും. അപ്പോ തുക ലോൺ എടുത്തതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആവുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ ഞാൻ പറയുന്ന ഈ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ സർ? ഒന്നുകിൽ നിങ്ങൾ ആ വീട് വിറ്റ് പണം തിരിച്ചടക്കണം,
അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോപ്പർട്ടി ബാങ്കിന് സറണ്ടർ ചെയ്യണം. ബാങ്ക് അതിനെ ലേലത്തിൽ വിറ്റിട്ട് പണം ഈടാക്കും. ബാക്കി പണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരികയും ചെയ്യും. സുധിയെ കൊണ്ട് ഇനി ആ ലോൺ അടയ്ക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളാണോ സർ തീരുമാനിക്കുന്നത്? മോളെ, സർ, ബാങ്കുകാർക്ക് മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും കുറച്ചുകൂടി മര്യാദ കാണിക്കാം. ആ ലോൺ എടുത്തിട്ട് ഒരു മാസം പോലും ആയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആ വീട്ടിലേക്ക് മാറി താമസിക്കാൻ വാങ്ങിയതാ. അതിനിടയിലാ സുധേട്ടന് ഈ അപകടം പറ്റിയത്. ആ വീട് ബാങ്കിന് തിരിച്ചു തന്ന ഈ പ്രശ്നമെല്ലാം തീരൂ സർ. ഇല്ലമ്മേ, ആ വീട് ബാങ്കിന് തിരിച്ചു കൊടുക്കാൻ പാടില്ല. സുധേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ വീട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തിരിച്ചടയ്ക്കാനുള്ള വഴി കൂടി കാണണ്ടേ? ബാങ്കിന് പണം തിരിച്ചു കിട്ടിയാ പോരെ, അല്ലാതെ തിരിച്ചടയ്ക്കാനുള്ള വഴി അറിയേണ്ട കാര്യമുണ്ടോ? അതെ, ഞങ്ങൾക്കത് മതി. ഇപ്പൊ നിങ്ങൾ തിരിച്ചു പോണം സർ. ലോണിന്റെ തവണ അടയ്ക്കേണ്ട ദിവസം പണം ബാങ്കിൽ എത്തിയിരിക്കും. അടുത്ത 8-ാം തീയതിയാണ് ലോൺ അടയ്ക്കേണ്ടത്. 8-ാം തീയതിക്ക് ഇനിയും ഒരാഴ്ച കൂടി ബാക്കിയുണ്ടല്ലോ സർ. നിങ്ങൾക്കങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല. തവണകൾ കൃത്യമായിട്ട് അടച്ചാൽ മതി. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സർ. മോളെ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? തവണ അടയ്ക്കുന്നത് മുടങ്ങിയ അവര് വീണ്ടും വരില്ലേ? വരും. പക്ഷേ ലോൺ തവണ മുടങ്ങില്ല അമ്മേ. എങ്ങനെയെങ്കിലും നമ്മളത് അടയ്ക്കും. ഈ അവസ്ഥയില് എങ്ങനെയാ മോളെ? അവൻ ജോലിക്ക് പോവാൻ തന്നെ എത്ര നാള് കഴിയും? ഞാനില്ലേ അമ്മേ? അത് വേറൊരു വീടല്ല അമ്മേ, സുധേട്ടന്റെ സ്വപ്നം. അത് കൈവിട്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല. സുധേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ ആ വീട് കൈവിട്ട് പോയെന്നറിഞ്ഞ ഏട്ടനത് വലിയ വിഷമാവും. അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ട് അതിന് സാധിക്കും മോളെ? സാധിക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ വീട് ഞാൻ സംരക്ഷിക്കും. ഡോക്ടർ, എന്താ? ഈ ഓപ്പറേഷൻ കൂടി കഴിഞ്ഞാ ശ്രുതിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? അത് ഓപ്പറേഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. ആദ്യം ഓപ്പറേഷൻ കഴിയട്ടെ. അവന്റെ ജീവന് ഒരു ആപത്തും പറ്റില്ലല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ നിരഞ്ജൻ സാർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഉവ്വ്. എന്നാലും അറിയാനുള്ള ആകാംക്ഷയോട് ചോദിച്ചു എന്നല്ലോ. അയാളുടെ കഴുത്തിന് പിന്നിൽ നല്ലതുപോലെ പരിക്കേറ്റിട്ടുണ്ട്. അത് പക്ഷേ ഈ അപകടത്തിൽ പറ്റിയതല്ലെന്ന് നിരഞ്ജൻ സാർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതെ, ഡോക്ടർ അങ്ങനെ ഒരു സംശയം ചോദിച്ചിരുന്നു. അത് സംശയമല്ല, സത്യമാണ്. ആ ഇഞ്ചറി കുറച്ച് ക്രിട്ടിക്കലാണ്. സർജറി കഴിഞ്ഞാലും പേഷ്യന്റിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ജീവൻ തിരിച്ചു കിട്ടിയാലും അയാൾക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ കിടക്കയിൽ തന്നെ കഴിയേണ്ടി വരും. ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടുന്നില്ല, അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. മരിച്ചു പോകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചവർ എഴുന്നേറ്റ് നടന്നു പോയിട്ടുമുണ്ട്. പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവും. നിന്റെ സുധിയേട്ടൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ എനിക്ക് കിട്ടിയത്. ഭാവിയിൽ അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഞാനും കൂടെ അല്ലേ? നിന്റെ ഡാഡിക്ക് നീ എന്ന് വെച്ച ജീവന. ആ വീക്ക്നെസ് വേണം മുതലെടുക്കാൻ.